ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇങ്ങനൊരു ചോദ്യം വന്നാൽ കൃത്യമായി പറയാൻ സാധിക്കുന്നവരാണ് മലയാളികൾ. ആർ എസ് എസ് ഒരു സംഘടനയാണെന്നും ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നും കൃത്യമായും നമ്മൾ മലയാളികൾക്ക് അറിയാം. മാത്രമല്ല, ആർ എസ് എസ് എന്ന സംഘടനയിൽ ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്നവരായിരിക്കും പിൽക്കാലത്ത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കടന്നു വന്നവരിൽ അധികവും. അല്ലെങ്കിൽ തന്നെ പുതുതായി ആരെങ്കിലും ബി ജെ പി എന്ന പാർട്ടിയിലേക്ക് എത്തിയാൽ അവർ ആർ എസ് എസ് എന്ന സംഘടനയോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവരും ആയിരിക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ, രാജ്യം ഭരിക്കുന്ന ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ആർ എസ് എസ് എന്ന സംഘടനയുമായി മുറിച്ചു മാറ്റാൻ കഴിയാത്ത രീതിയിൽ ബന്ധമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സംസ്ഥാനങ്ങളിലെ ബി ജെ പി കമ്മിറ്റികളിൽ ആർ എസ് എസിൻ്റെ സംഘടനാ തലത്തിലുള്ള ചില പ്രതിനിധികളും ഉൾപ്പെടും. അതിന് കാരണം ആർ എസ് എസിൻ്റെ ഒരു മേൽനോട്ടം ഈ പറയുന്ന ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും അത്തരത്തിൽ തന്നെയാണ് ബി ജെ പിയും ആർ എസ് എസും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ ആർ എസ് എസ് നേതൃത്വത്തെ ധിക്കരിച്ച് ബി ജെ പി ചില തീരുമാനങ്ങൾ കൈക്കൊള്ളും. അതോടുകൂടി സ്വാഭാവികമായും ബി ജെ പിയും ആർ എസ് എസും തമ്മിലുള്ള ഒരു ശീതസമരം ഉടലെടുക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഈ അടുത്ത് നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. പിന്നീട് ആർ എസ് എസ് നേതാക്കളും കേന്ദ്ര ബി ജെ പി നേതാക്കളും തമ്മിൽ ചർച്ച നടത്തി ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഇവിടെ മനസ്സിലാക്കാനുള്ളത്, ആർ എസ് എസ് എന്ന സംഘടന ഒരു കേഡർ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. എന്നാൽ ബി ജെ പി തികച്ചും ഒരു വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയും. കേഡർ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ബി ജെ പിയുടെ പല തീരുമാനങ്ങളും പരാജയപ്പെടുന്നത്. എന്നാൽ അതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സംഗതി കൂടിയുണ്ട്. ബി ജെ പി എടുക്കുന്ന തീരുമാനങ്ങൾ പരാജയപ്പെടുകയും എന്നാൽ ബി ജെ പി എടുക്കുന്ന ചില തീരുമാനങ്ങൾ വിജയിക്കുകയും ചെയ്യുമ്പോൾ ആ വിജയിക്കുന്ന തീരുമാനങ്ങൾക്ക് പിറകിൽ ആർ എസ് എസ് എന്ന സംഘടനയുടെ, അതായത് കേഡർ സ്വഭാവമുള്ള സംഘടനയുടെ കൈകൾ പ്രവർത്തിച്ചിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. ഈ സാഹചര്യത്തിലാണ് ആർ എസ് എസിനെ കേന്ദ്രീകരിച്ചൊരു പുതിയ വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റൊന്നുമല്ല, 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് തങ്ങളുടെ ഒരു അനൗദ്യോഗിക സർവേ കേരളത്തിൽ നടത്തിയിരുന്നു എന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം കലാകൗമുദി പുറത്തുവിട്ടിരുന്നു. ആർ എസ് എസ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കലാകൗമുദി അത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തുവിട്ടത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആര് അധികാരത്തിലെത്തും എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു നിർണായക സർവേ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആർ എസ് എസ് തങ്ങളുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് നടത്തിയ ആ സർവേ റിപ്പോർട്ടിൽ കേരളത്തിൽ ഇത്തവണ ആര് അധികാരത്തിലെത്തുമെന്നും എന്തുകൊണ്ടാണ് അവർ അധികാരത്തിലെത്തുമെന്ന് പറയുന്നത് എന്നും വ്യക്തമായി പറയുന്നുണ്ട്. പ്രത്യേകം ആലോചിക്കേണ്ടത്, ആർ എസ് എസ് എന്ന സംഘടനയാണ് ഈ ഫലം തയ്യാറാക്കിയിരിക്കുന്നത്. കേരളത്തിലെ 3 പ്രധാന മുന്നണികളിൽ ബി ജെ പിയുമായി ബന്ധമുള്ള ഒരു സംഘടനയാണ് ആർ എസ് എസ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ആർ എസ് എസ് പുറത്തുവിട്ട ആ സർവേ ഫലത്തിലുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആർ എസ് എസ് ഈ സർവേ നടത്തിയത് ബി ജെ പി നേതൃത്വവുമായി ചേർന്നുകൊണ്ടല്ല. അവരുമായി ആശയവിനിമയം നടത്തുകയോ ഈ സർവേയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുകയോ ഒന്നും ആർ എസ് എസ് ചെയ്തിട്ടില്ല എന്നാണ് കലാകൗമുദി പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതൃത്വം വലിയ പ്രതീക്ഷയാണ് വച്ചു പുലർത്തുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം ആര് ഭരിക്കണമെന്ന് ബി ജെ പി തീരുമാനിക്കുന്ന രീതിയിലേക്ക് ഫലമെത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. കഴിഞ്ഞ തവണയും ഇത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയെക്കുറിച്ച് അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് മുന്നണി കേരളത്തിൽ ജയിച്ചാലും ബി ജെ പി തീരുമാനിക്കും ഇവിടെ ആര് ഭരിക്കണമെന്ന് എന്നായിരുന്നു കെ സുരേന്ദ്രൻ അന്ന് പറഞ്ഞത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖരന് സുരേന്ദ്രനേക്കാളും കുറച്ചുകൂടി കാര്യവിവരമുണ്ട് എന്ന് ബോധിപ്പിക്കാനായിരിക്കും ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊന്നും നടത്തിക്കണ്ടില്ല. പക്ഷേ ഈ പുറത്തു വന്ന സർവേ ഫലത്തിൽ ആർ എസ് എസ് പറയുന്നത് അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയും ബി ജെ പിക്ക് വേണ്ട എന്നുള്ളതാണ്. കാര്യങ്ങൾ ബി ജെ പി നേതൃത്വം വിചാരിക്കുന്നത് പോലെയല്ല കേരളത്തിൽ നടക്കുന്നതെന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിശ്ചിത സീറ്റുകൾ പിടിക്കാമെന്ന ബി ജെ പിയുടെ മോഹം അതിമോഹമാണെന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ പിന്നെ ആരായിരിക്കും കേരളം ഭരിക്കാൻ പോകുന്നത്? തുടർഭരണമാണോ അതോ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF മന്ത്രിസഭ അധികാരത്തിൽ വരുമോ എന്നുള്ളതാണ് ചോദ്യമായി ഉയരുന്നത്. ആ ചോദ്യത്തിനാണ് കൃത്യമായ മറുപടി ആർ എസ് എസ് സർവേ ഫലത്തിലൂടെ പറയുന്നതും. ആർ എസ് എസ് സർവേ ഫലം അനുസരിച്ച് പിണറായി വിജയനും CPM-നും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു മുൻതൂക്കമുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ സർവേയുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ സർവേയുടെ ഫലങ്ങൾ അനുസരിച്ച് വേണം വരുന്ന തെരഞ്ഞെടുപ്പിൽ തന്ത്രങ്ങൾ രൂപീകരിക്കാനെന്നാണ് ആർ എസ് എസ് നേതൃത്വം ബി ജെ പിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം.
RSS നേതൃത്വം പുറത്തുവിട്ട ഈ സർവേ ഫലം പറയുന്നത് കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലെ 8ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ ചെറിയ രീതിയിൽ BJPക്ക് മുൻതൂക്കമുണ്ട് എന്നുള്ളതാണ്. മുൻതൂക്കം മാത്രമാണ് കേട്ടോ, ജയസാധ്യതയല്ല. അതുകൊണ്ട് തന്നെ ഈ 8ഓളം മണ്ഡലങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ വോട്ട് വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തണമെന്നുമാണ് RSS നേതൃത്വം സർവേ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അതിനൊപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം, ഇത്തവണ CPM നേതൃത്വം നൽകുന്ന LDF സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന കാര്യമാണ്. RSS നടത്തിയ സർവേയിൽ പറയുന്നത് ഏകദേശം 75-നും 80-നും ഇടയിൽ സീറ്റുകൾ CPM നേതൃത്വത്തിലുള്ള LDF നേടുമെന്നാണ്. 2021 സംഭവിച്ചതുപോലെ 99 സീറ്റുകൾ LDFന് ലഭിച്ചില്ലെങ്കിലും മന്ത്രിസഭ രൂപീകരിക്കാൻ ആവശ്യമായ സീറ്റുകൾ LDFന് ലഭിക്കും എന്ന് തന്നെയാണ് ഈ ഫലത്തിലൂടെ വ്യക്തമാകുന്നത്. നിലവിലെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ, അതല്ലെങ്കിൽ മറ്റൊരു CPM നേതാവിൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ എത്തുമെന്നാണ് ഈ സർവേ ഫലത്തിൽ പറയുന്നത്. RSS നടത്തിയ സർവേ ഫലത്തിൽ പുറത്തു വന്ന ഈ വിവരങ്ങൾ RSSനെയോ BJPയെയോ സന്തോഷിപ്പിക്കുന്ന ഒന്നല്ല എന്ന് നമുക്ക് തോന്നും. എന്നാൽ ഇത്തരമൊരു ഫലമാണ് RSS പ്രതീക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ് സത്യം. കാരണം സർവേ ഫലത്തിൽ പറഞ്ഞ രീതിയിൽ തെരഞ്ഞെടുപ്പ് ഫലം സംഭവിച്ചാൽ അവിടെ കുറയുന്നത് കോൺഗ്രസിൻ്റെ വോട്ടായിരിക്കും എന്നുള്ളതാണ് ആ സന്തോഷത്തിന് കാരണം. മാത്രമല്ല, മറ്റൊരു പ്രധാന കാര്യം കൂടി ഈ സർവേ ഫലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസിൽ കുറയുന്ന വോട്ടുകളിൽ 80% BJP സ്വന്തമാക്കുമെന്നാണ് ഈ സർവേ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ RSS പറയുന്നത്. അതിനൊപ്പം തന്നെ 20% ആൾക്കാർ ഇടതുപക്ഷത്തേക്ക് എത്തുമെന്നും അവർ ഇടതുപക്ഷത്തിനു വേണ്ടി വോട്ട് ചെയ്യുമെന്നും സർവേ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ RSS ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വലിയ ധ്രുവീകരണം സംഭവിച്ചാൽ തീർച്ചയായും അത് ഇടതുപക്ഷത്തിനായിരിക്കും ഗുണം ചെയ്യുക എന്നുള്ളതാണ് ഈ സർവേ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ RSS പറയുന്നത്. മാത്രമല്ല, തികച്ചും മുന്നൊരുക്കങ്ങളോടെയാണ് RSS നേതൃത്വം തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ പോകുന്നത് എന്നാണ് വിവരങ്ങൾ. കാരണം ഈ പറഞ്ഞ രീതിയിൽ കേരളത്തിലെ വോട്ടുകൾ വിഭജിക്കപ്പെട്ടാൽ ആ വോട്ടുകൾ BJPയിലേക്ക് CPMലേക്കും കേന്ദ്രീകരിക്കപ്പെടുകയും ഇത്തവണ CPM അധികാരത്തിൽ വീണ്ടും എത്തുകയും ചെയ്താൽ 2031 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി എത്തുമെന്നുള്ള കാര്യം RSS കണക്ക് കൂട്ടുന്നുണ്ട്. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3ാം തവണയും CPM നേതൃത്വത്തിൽ ഇടതുപക്ഷ മന്ത്രിസഭ അധികാരത്തിൽ വരികയാണെങ്കിൽ UDF മുന്നണി കേരളത്തിൽ ശിഥിലമാകുന്ന കാഴ്ചയും കാണാൻ സാധിക്കുമെന്ന കാര്യം RSS നേതൃത്വം കണക്ക് കൂട്ടിയിട്ടുണ്ട്. UDFലെ പല പാർട്ടികളും മുന്നണി വിടുകയോ അവർ ഇടതുപക്ഷത്തേക്ക് പോകാതെ BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിയുടെ ഭാഗമായി മാറുകയോ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന മുദ്രാവാക്യവുമായി ദേശീയ തലത്തിൽ രാഷ്ട്രീയം കളിക്കുന്ന BJPക്ക് കേരളത്തിൽ ചുവടുറപ്പിക്കാനും അതുതന്നെയാണ് മാർഗമെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണ് ഈ കഴിഞ്ഞ കാലയളവിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ അതേസമയം മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യമുണ്ട്. ഇത് RSS നടത്തിയ സർവേ ഫലമാണ്. ഈ സർവേ അവർ പൂർത്തിയാക്കിയത് BJPയുടെ സഹായമില്ലാതെയാണ്. ഒരർത്ഥത്തിൽ BJPക്ക് വേണ്ടിയാണ് ഈ സർവേ അവർ നടത്തിയതെങ്കിലും ഇക്കാര്യത്തിൽ തികച്ചും ഉദാസീനമായ നിലപാടാണ് BJP സ്വീകരിക്കുന്നത് എന്ന ഒരു പരാതി RSSനുണ്ട്. അവർ ഇക്കാര്യം BJP നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ ഈ സർവേ ഫലത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ളതും അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും BJPയോ CPMോ അല്ല, അത് കോൺഗ്രസ് ആണ്. ഈ സർവേ ഫലം യാഥാർത്ഥ്യമാകുമോ ആകില്ലേ എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകളേക്കാൾ നല്ലത് ഇത് യാഥാർത്ഥ്യമായാൽ കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതായിരിക്കണം. ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം കേരളത്തിൽ എന്നല്ല ഈ രാജ്യത്ത് ഒരിക്കലും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി നശിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ അതിനൊപ്പം അവർ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. CPMും കോൺഗ്രസും ബദ്ധവൈരികളാണെങ്കിലും നിങ്ങളുടെ അവസാനം കാണാൻ നടക്കുന്നത് CPM അല്ല, അത് BJP ആണ് എന്ന സത്യമാണ്.